أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم ذنوبكم ويدخلكم جنات يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم. ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാകുന്നു: വിശ്വസിച്ചവരെ, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിവ് നൽകട്ടെയോ? നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളുടെ ധനം കൊണ്ടും നിങ്ങളുടെ ജീവൻ കൊണ്ടും സമരം ചെയ്യുക എന്നതാണത്. നിങ്ങൾ അറിയുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാണ്. അപ്രകാരം ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരികയും താഴോരത്തുകൂടെ അരുവികൾ ഒഴുകുന്ന ഉദ്യാനങ്ങളിലും ശാശ്വത വാസത്തിനുള്ള ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ ഭവനങ്ങളിലും നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുന്നതുമാണ്. അതത്രേ മഹത്തായ വിജയം. ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാം പറയുന്നു, ഞാനും മൂസവി മസീഹിന്റെ അതേ കാൽപ്പാടുകളിലാണ് അയക്കപ്പെട്ടിട്ടുള്ളത്. ഹസ്രത്ത് ഈസ അലി ഇസ്ലാം കാരുണ്യത്തിന്റെയും പൊറുമയുടെയും അധ്യാപനം നൽകിയതുപോലെ ഞാനും കാരുണ്യത്തിന്റെയും പൊറുമയുടെയും രഞ്ജിപ്പിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഇസ്ലാമിക പാഠങ്ങളുമായി മുഹമ്മദി മസീഹായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. മതപരമായ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് വന്നിട്ടുള്ളത്. ഇക്കാലഘട്ടം പരിശുദ്ധ ഖുർആനിക അധ്യാപനങ്ങളുടെ പ്രചാരണ കാലഘട്ടമാകുന്നു. വാളുകൊണ്ടുള്ള ജിഹാദിന്റെ കാലമല്ല. എന്നാൽ ഇസ്ലാമിക അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കാൻ തൂലിക കൊണ്ടും തബ്ലീഗ് മുഖേനയുമുള്ള ജിഹാദ് തുടരുന്നതാണ്.
ഈ ജിഹാദ് തുടരുന്നതിനും ജീവനും സമ്പത്തും സമയവും അഭിമാനവും ത്യാഗം ചെയ്യേണ്ടത് ഇസ്ലാമിന്റെ ആരംഭകാലത്ത് ത്യാഗങ്ങളുടെ ആവശ്യകത ഉള്ളതുപോലെ തന്നെ ഇന്നുമുണ്ട്. ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക മേൽക്കോയ്മ ലഭിക്കാൻ വളരെയേറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദീനിനെ ജനങ്ങൾ പാടെ മറന്നുപോയിരിക്കുന്നു. ഭൗതികതയിലേക്ക് കൂടുതൽ ചായുന്നു. കച്ചവടത്തിൽ മേൽക്കോയ്മയും ഭൗതിക സുഖങ്ങൾ കരസ്ഥമാക്കുന്നതിനും വേണ്ടി ഭൗതിക ലോകം അതിന്റെ ശ്രദ്ധ പാരമ്യത്തിലെത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ചുറ്റുപാടിൽ ദീനീ പ്രചരണത്തിനും ത്യാഗങ്ങൾ തന്നെയാണ് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗവും വിജയപ്രദമായ കച്ചവടവും. അതാണ് അള്ളാഹു പറഞ്ഞത്. അതുതന്നെയാണ് ഞാൻ തിലാവത്ത് ചെയ്ത ഈ ആയത്തുകളിൽ അള്ളാഹു വിശദമാക്കിയിട്ടുള്ളത്. ഇത് മസീമോദിന്റെ കാലഘട്ടമാകുന്നു. ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായും സാമ്പത്തിക ത്യാഗം വളരെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. അത് മുഖേന പിന്നീട് ജീവത്യാഗത്തിനും പ്രേരണ ഉണ്ടാകുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതിയും സാമീപ്യവും കരഗതമാകുന്നതാണ്. അള്ളാഹു സാമ്പത്തിക ത്യാഗത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ പലവരു ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് പറ്റി? അള്ളാഹു പറയുന്നു, എല്ലാം അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്. അവനാണ് നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി അവന്റെ മാർഗത്തിൽ ചെലവഴിക്കുവിൻ എന്ന് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹുവിൽ ദൃഢവിശ്വാസമുണ്ടെങ്കിൽ അവന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യേണ്ടതാണ്. മറ്റൊരു സ്ഥലത്ത് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറയുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവിൻ. നിങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് നിങ്ങളെ നാശത്തിൽ അകപ്പെടുത്തരുത്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാത്തവർ തങ്ങളെ സ്വയം നാശത്തിൽ അകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഈ സാമ്പത്തിക ജിഹാദ് തന്നെയാണ് ദേഹം കൊണ്ടുള്ള ജിഹാദിനും നിമിത്തമായി തീരുക. മനുഷ്യൻ തന്റെ നിരവധി ആഗ്രഹങ്ങളെ പിന്തള്ളിക്കൊണ്ട് ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ അത് ദേഹം കൊണ്ടുള്ള ജിഹാദാകുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആകർഷിച്ചുകൊണ്ട് അത് അയാളെയും അയാളുടെ തലമുറകളെയും നിരവധി അനുഗ്രഹങ്ങൾക്ക് അവകാശികളാക്കി മാറ്റുന്നു. അള്ളാഹു ആരുടെയും കടം ബാക്കി വെക്കുന്നതല്ല. അള്ളാഹു ഇഹപര ലോകങ്ങൾക്ക് പ്രയോജനപ്രദമായ കച്ചവടത്തെപ്പറ്റി സുവാർത്ത നൽകുന്നു. അത് ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കച്ചവടമാകുന്നു. ഭൗതിക കച്ചവടങ്ങൾ ഭൗതിക പ്രയോജനങ്ങൾക്ക് വേണ്ടിയുള്ളതാകുന്നു. എന്നാൽ അള്ളാഹുവുമായിട്ടുള്ള കച്ചവടം ഇഹലോകത്തും പരലോകത്തും അനുഗ്രഹങ്ങൾക്ക് അവകാശികളാക്കി മാറ്റുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ അള്ളാഹു ആരുടെയും കടം ബാക്കി വെക്കുന്നില്ല. സതുദ്ദേശത്തോടെ അവന്റെ മാർഗത്തിൽ ചെയ്യപ്പെടുന്ന ത്യാഗങ്ങളെ അവൻ പല മടങ്ങായി വർദ്ധിപ്പിക്കുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പറയുന്നു,
वल्लाहु बिमा तामलून बसीर. അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിച്ചും തങ്ങളുടെ ആത്മാക്കളെ ദൃഢപ്പെടുത്തിയും കൊണ്ട് തങ്ങളുടെ ധനം ചെലവ് ചെയ്യുന്നവരുടെ നില പീഠഭൂമിയിലുള്ള ഒരു തോട്ടം പോലെയാകുന്നു. അതിന് കനത്ത മഴ കിട്ടി, അങ്ങനെ അത് അതിന്റെ ഫലം ഇരട്ടിയായി നൽകി. ഇനി അതിന് സമൃദ്ധമായ മഴ ലഭിച്ചില്ലെങ്കിൽ തന്നെയും ലഘുവായ മഴയായാലും അതിന് മതിയാകും. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ല പോലെ അറിയുന്നവനാകുന്നു. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദികൾ മാത്രമേ ദീനിനു വേണ്ടി സാമ്പത്തിക ത്യാഗം ചെയ്യുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരായിട്ടുള്ളൂ. മഞ്ഞ് തുള്ളികൾ പോലെയുള്ള ഈ ചെറിയ ചെറിയ തുകകളും അനിതര സാധാരണമായ ഫലമാണ് നൽകുന്നത്. ജമാഅത്തിന്റെ പുരോഗതികൾ അതിനുള്ള സാക്ഷ്യങ്ങളാകുന്നു. സാധുജനങ്ങളാണ് അവർ. നിസ്സാരമായ ത്യാഗങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അള്ളാഹു അനന്തമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു. പ്രത്യേകിച്ചും പാവപ്പെട്ട ചെറിയ ചുറ്റുപാടുള്ള അഹമ്മദികൾ പൊതുവിൽ കൂടുതൽ ത്യാഗങ്ങൾ ചെയ്യുന്നതായി കണ്ടുവരുന്നു. അതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അത് ഞാൻ പലവരും വിശദീകരിക്കാറുമുണ്ട്, ഇന്നും വിവരിക്കുന്നതാണ്. ഈ ഉദാഹരണങ്ങൾ സാമ്പത്തിക സ്ഥിതി മെച്ചമുള്ള അഹമ്മദികളെ അവരുടെ നിലവാരം എന്തെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കേണ്ടതാണ്. സാധുക്കളായ അഹമ്മദികൾ തങ്ങളുടെ സാമ്പത്തിക ത്യാഗം നടത്തുമ്പോൾ അവർ തങ്ങളുടെ ആത്മാക്കളുടെ ജീവന്റെ ജിഹാദാണ് ചെയ്യുന്നത്. ആഫ്രിക്കയിലും പാകിസ്ഥാനിലും ഇന്ത്യയിലും അത്തരം ത്യാഗം ചെയ്യുന്ന നിരവധി പേരുണ്ട്. അവർ തങ്ങളുടെ ഭക്ഷണം ത്യജിച്ചുകൊണ്ട്, വിശപ്പ് സഹിച്ചുകൊണ്ട് സാമ്പത്തിക ത്യാഗം ചെയ്യുന്നു. തങ്ങളുടെയും മക്കളുടെയും അസുഖത്തിന് മരുന്നിന് ചെലവഴിക്കാതെ ചന്ത കൊടുക്കുന്നതിന് പ്രാമുഖ്യം നൽകുന്നു. പിന്നെ അള്ളാഹു അവരുടെ ഈ ത്യാഗത്തെ അനുഗ്രഹിക്കാതെ ഒഴിവാക്കുന്നുമില്ല. മറിച്ച് ചിലപ്പോൾ വളരെ വേഗം തന്നെ ദൈവികാനുഗ്രഹങ്ങൾക്ക് അവകാശികളായി തീരുന്നത് അത്ഭുതമുളവാക്കുന്നു. അത് അവരുടെ വിശ്വാസവർദ്ധനവിന് കാരണമായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് സതുദ്ദേശത്തോടെ ചെയ്യപ്പെടുന്ന ത്യാഗങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കാതെ വിട്ടുകളയുമെന്ന് ഒരിക്കലും ഒരു സാധുവായ അഹമ്മദിയും ധരിച്ചു പോകരുത്. അള്ളാഹുവിന്റെ ഖജനാവ് പരിമിതമല്ല. അവന് നമ്മുടെ ഏതാനും പൈസകളുടെ ആവശ്യവുമില്ല. അള്ളാഹു നമ്മോട് ത്യാഗങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി തീരാൻ നമുക്ക് സന്ദർഭമൊരുക്കുകയാണ് ചെയ്യുന്നത്. ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാം തന്റെ ജമാഅത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ത്യാഗത്തിന്റെ ആത്മാവിന് തത്തുല്യമായ ദൃശ്യം ആ മഹാത്മാവിന്റെ കാലം മുതൽ ഇന്നേ വരെ മറ്റൊരിടത്തും കാണാൻ സാധ്യമല്ല. അതായത് അഹമ്മദികൾ തങ്ങളുടെ ആവശ്യങ്ങളെ പിൻപുറം തള്ളിക്കൊണ്ട് ജമാഅത്തി ആവശ്യങ്ങൾക്ക് തങ്ങളുടെ ത്യാഗങ്ങൾ സമർപ്പിക്കുന്നു. ഇത് തന്നെയാണ് അഭിവൃദ്ധിപ്പെടുന്ന സമൂഹങ്ങളുടെ രീതിയും. അത് മുഖേന അള്ളാഹു അനുഗ്രഹം ചൊരിയുകയും ചെയ്യുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവിൻ, പകുതി ഈന്തപ്പഴം ചെലവ് ചെയ്തിട്ടായാലും ശരി. അഹമ്മദികൾ ഇത് അറിയുന്നവരും ഉൾക്കൊള്ളുന്നവരുമാകുന്നു. പകുതി ഈന്തപ്പഴമാണ് നിങ്ങൾക്ക് ചെലവഴിക്കാൻ തൗഫീഖെങ്കിൽ അത് നൽകി അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവിൻ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുക. ഈ പിശുക്ക് തന്നെയാണ് മുൻകാല സമുദായങ്ങളെ നശിപ്പിച്ചത്. സഹാബാക്കളുടെ അവസ്ഥ നോക്കുക. പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ സാമ്പത്തിക ആഹ്വാനം ചെയ്യുമ്പോഴും ഞങ്ങൾ ചന്തയിൽ പോയി എന്തെങ്കിലും കൂലിവേല ചെയ്യുകയും ഞങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ കൂലിയാണെങ്കിലും പ്രസ്തുത സമ്പാദ്യം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ത്യാഗം ചെയ്യുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യദാസനും അള്ളാഹു നൽകുകയുണ്ടായി. അതിന് നിരവധി ഉദാഹരണങ്ങളുമുണ്ട്. ചരിത്രത്തിൽ അത്തരത്തിലുള്ള സഹോദരന്മാരുടെ മാതൃകകൾ കാണാം. അവരുടെ ത്യാഗങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നിപ്പോകുന്നു. ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമും അവരെ അനുസ്മരിച്ചിട്ടുണ്ട്. പറയുന്നു, ഞാൻ എൻ്റെ ജമാഅത്തിന്റെ സ്നേഹത്തിലും ആത്മാർത്ഥതയിലും അത്ഭുതപ്പെട്ടു പോകുന്നു. അവരിൽ വളരെ ചെറിയ ഉപജീവന മാർഗമുള്ള മിയാ ജമാലുദ്ദീൻ, ഖൈറുദ്ദീൻ, ഇമാമുദ്ദീൻ കശ്മീരി എന്നിവർ എൻ്റെ ഗ്രാമത്തിനടുത്ത് വസിക്കുന്നവരാണ്. ഇവർ 3 പേരും സാധുക്കളായ സഹോദരന്മാരാകുന്നു. ദിനേന 3-4 അണയായിരിക്കും അവർക്ക് ഒരുപക്ഷെ കിട്ടുന്നുണ്ടാകുക.
എന്നാൽ ആവേശപൂർവ്വം മാസം തോറുമുള്ള ചന്തയിൽ ഭാഗവാക്കാകുന്നു. അവരുടെ സുഹൃത്തായ മിയ അബ്ദുൽ അസീസ് പട്ടുവാരിയുടെ ആത്മാർത്ഥതയും അത്ഭുതപ്പെടുത്തുന്നതാണ്. വളരെ ചെറിയ ഉപജീവന മാർഗമായിട്ടുകൂടി ഒരു ദിവസം 100 രൂപ തന്ന് പോവുകയുണ്ടായി. അതും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ 100 രൂപ ആ സാധു മനുഷ്യൻ വർഷങ്ങൾ കൊണ്ട് സ്വരുക്കൂട്ടിയതായിരിക്കാം. എന്നാൽ അള്ളാഹുവിനു വേണ്ടിയുള്ള ആവേശം ദൈവാഭീഷ്ടം സ്വായത്തമാക്കാനുള്ള ആവേശം നൽകുകയുണ്ടായി. ചുരുക്കത്തിൽ ജമാഅത്തിന്റെ ചരിത്രത്തിൽ ഈ ത്യാഗം ചെയ്യുന്നവരുടെ നാമങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവർ ദൈവാഭീഷ്ടം സ്വായത്തമാക്കാനുള്ള ഒരു പ്രത്യേക ആവേശമുള്ളവരായിരുന്നു. അവർ കുറച്ചു നൽകിയാലും കൂടുതൽ നൽകിയാലും അവരുടെ പേരുകൾ ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ ദൗത്യത്തിന്റെ സഹായികളിൽ ഉൾപ്പെടുമാറായി. ചരിത്രം അത് സുരക്ഷിതമാക്കിയിരിക്കുന്നു. മറ്റൊരു മഹാനെക്കുറിച്ചും അനുസ്മരിക്കാം. ഇദ്ദേഹം വികലാംഗനും ദരിദ്രനുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹാഫിസ് മൊയ്നുദ്ദീൻ സാഹിബ് എന്നാകുന്നു. ജമാഅത്തി സേവനം ചെയ്യാനും അതിനുവേണ്ടി ത്യാഗം ചെയ്യാനും അദ്ദേഹത്തിന്റെ പ്രകൃതത്തിൽ വലിയൊരു ആവേശമായിരുന്നു. വളരെ ഞെരുക്കത്തിലാണ് കഴിച്ചുകൂട്ടിയിരുന്നത്. വികലാംഗനായതുകൊണ്ട് ഒരു ജോലിയും ഇല്ലായിരുന്നു. ജനങ്ങൾ ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ ആദ്യകാല സേവകനാണെന്ന പരിഗണനയിൽ എന്തെങ്കിലും ഉപഹാരമായി നൽകിയിരുന്നു. എന്നാൽ ഹാഫിസ് സാഹിബ് ഇങ്ങനെ ഉപഹാരമായി കിട്ടുന്നത് ഒരിക്കലും തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നില്ല. അതെല്ലാം ജമാഅത്തി സേവനത്തിനു വേണ്ടി ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ സവിധത്തിൽ സമർപ്പിക്കുമായിരുന്നു. അദ്ദേഹം ഭാഗഭാക്കാകാത്ത ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ ഒരു സാമ്പത്തിക പദ്ധതിയും ഇല്ലായിരുന്നു. ഒരു പൈസ കൊടുത്തിട്ടാണെങ്കിലും അദ്ദേഹം അതിൽ തീർച്ചയായും ഭാഗഭാക്കാകുമായിരുന്നു. അക്കാലത്ത് ഒരു പൈസ ഒരു പൈനിക്ക് സമാനമായിരിക്കും. ഏതായാലും അദ്ദേഹം അതിൽ പങ്കാളിയാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ ഈ നിസ്സാര ത്യാഗവും വളരെ വലിയ ത്യാഗമായിരുന്നു. ചില സമയത്ത് ഹാഫിസ് സാഹിബ് പട്ടിണി കിടന്നും ഈ സേവനം ചെയ്യുമായിരുന്നു. ഇവർ തന്നെയാണ് ദൈവാഭീഷ്ടം സ്വായത്തമാക്കാൻ സർവ്വതും ത്യജിക്കാൻ എപ്പോഴും സന്നദ്ധരായിട്ടുള്ളവർ. അവരുടെ ത്യാഗത്തെയും അള്ളാഹു സ്നേഹസൃഷ്ടിയോടെ വീക്ഷിച്ചു. അത് ഫലദായകമായി. അത് ഇന്ന് അവരുടെ തലമുറ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആയതിനാൽ ആദ്യകാല മഹാത്മാക്കളുടെയും സഹാബാക്കളുടെയും സാമ്പത്തിക ഭദ്രതയുള്ള മക്കൾ ഇന്ന് അവർക്ക് മേലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുൻഗാമികളുടെ ത്യാഗങ്ങൾ കാരണമാണെന്ന വസ്തുത ഓർക്കേണ്ടതാണ്. ജമാഅത്തി സേവനത്തിനു വേണ്ടി ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ ത്യാഗങ്ങൾ അവരുടെ മുൻഗാമികളുടെ ചിന്താഗതികൾക്കനുസൃതം പുരോഗതിപ്പെടുന്നുണ്ടോ എന്ന കാര്യവും അവർ സ്വയം വിലയിരുത്തേണ്ടതാണ്. ഇന്നും ജമാഅത്തിൽ ഭൂരിപക്ഷവും സാധുക്കളാകുന്നു. അവർ ത്യാഗത്തിന്റെ ഉന്നത നിലവാരം സ്ഥാപിക്കുന്നു. അതുകൊണ്ട് ജമാഅത്തിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ ഉന്നത നിലവാരത്തിലുള്ളവർ സ്വയം കണക്കെടുപ്പ് നടത്തേണ്ടതാണ്. അള്ളാഹുവും അവന്റെ റസൂലും ആത്മാർത്ഥമായി ചെയ്യപ്പെടുന്ന ത്യാഗങ്ങളെ വിലമതിക്കുന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ദിർഹം 1,00,000 ദിർഹത്തിനു മേൽ ഇന്ന് മേൽക്കോയ്മ നേടിയിരിക്കുന്നു. സഹാബാക്കൾ ചോദിച്ചു, അതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ പക്കൽ 2 ദിർഹം ഉണ്ടായിരുന്നു. അയാൾ 1 ദിർഹം ത്യാഗം ചെയ്തു. മറ്റൊരാളുടെ പക്കൽ എണ്ണമറ്റ സ്വത്തും സമ്പത്തും ഉണ്ടായിരുന്നു. അയാൾ 1,00,000 ദിർഹം ത്യാഗം ചെയ്തു. പ്രത്യക്ഷത്തിൽ 1,00,000 ദിർഹം വളരെ വലിയ തുകയാകുന്നു. എന്നാൽ ആ സാധുവിന്റെ ത്യാഗ മനോഭാവത്തിനു മുന്നിൽ 1,00,000 ദിർഹത്തിന് അള്ളാഹുവിന്റെ പക്കൽ ഒരു പ്രാധാന്യവുമില്ലായിരുന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ പക്കൽ ത്യാഗത്തിന്റെ നിലവാരം മനോഭാവത്തിൽ അധിഷ്ഠിതമാണ്, തുകയുടെ വലിപ്പത്തിലല്ല. ജമാഅത്ത് സാധുക്കളിൽ നിന്ന് ചന്ത വാങ്ങുന്നുവെന്ന് ചിലർ പറയുന്നു. ചിലർ എനിക്ക് ചിലപ്പോൾ എഴുതുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇത് ശരിയല്ല. ഇവർ മനസ്സിൽ ഞെരുക്കമുള്ളവരാണ്. അവർക്ക് തങ്ങളുടെ ഭൗതികമായ മുൻഗണനകളുണ്ട്. അവരുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ മറ്റുള്ളവരുടെ പേര് പറയുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് ജമാഅത്തിലെ ഭൂരിപക്ഷവും ത്യാഗം ചെയ്യുന്നവരാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കളുടെ ത്യാഗങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വയം ത്യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പറയാതെ തന്നെ അവർ ചെയ്യുന്നു. ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ കാലത്ത് ആത്മാർത്ഥരായ അഹമ്മദികളുടെ ത്യാഗങ്ങളെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇന്നും അത്തരം മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നതുപോലെ റിപ്പോർട്ടുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ വിവരിക്കാറുമുണ്ട്. അവർ അത്ഭുതാവഹമായ നിലയിൽ സാമ്പത്തിക ത്യാഗം ചെയ്യുന്നു. ആഫ്രിക്കയിലെ വിദൂര ദേശത്ത് വസിക്കുന്ന നിസ്വാർത്ഥരായ ആളുകളും ഇസ്ലാമിന്റെ പ്രചാരണത്തിനും ദീനിന്റെ വിജയത്തിനും വേണ്ടി ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ സഹായികളാകാൻ ആഗ്രഹിക്കുന്നു.
അവർ ഹദരത്ത് മസീമദ് അലി ഇസ്ലാത്തു വസ്സലാമിന്റെ നിർദ്ദേശത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ത്യാഗങ്ങൾ ചെയ്യുന്നവരാണ്. ആ മഹാത്മാവ് പറയുന്നു, സമ്പത്തിനെയും അള്ളാഹുവിനെയും ഒരുമിച്ച് സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഒന്നിനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ അനുഗ്രഹീതർ. നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ അയാളുടെ സമ്പത്തിൽ മറ്റുള്ളവരുടേതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം ചൊരിയപ്പെടുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. കാരണം സമ്പത്ത് സ്വയമേവ വരുന്നതല്ല. ആയതിനാൽ അള്ളാഹുവിനു വേണ്ടി സമ്പത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അയാൾ തീർച്ചയായും അത് പ്രാപിക്കുന്നതാണ്. ഇത് ഹദ്റത്ത് മസീമദ് അലി ഇസ്ലാത്തു വസ്സലാമിന്റെ അധ്യാപനമാകുന്നു. എങ്ങനെയാണ് ജനങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയതെന്നും പിന്നെ എങ്ങനെയാണ് അള്ളാഹു ഉടൻ തന്നെ മടക്കി നൽകിയതെന്നുമുള്ള ദൃശ്യങ്ങൾ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരേ സ്ഥലത്ത് ഒരേ ചുറ്റുപാടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അള്ളാഹു അഹമ്മദിയുടെ സമ്പത്തിൽ അനുഗ്രഹം നൽകുന്നു. മറ്റുള്ളവർക്ക് പ്രസ്തുത അനുഗ്രഹം ലഭിക്കുന്നില്ല. ഈ കാര്യങ്ങൾ പിന്നെ അവരുടെ വിശ്വാസവും വർദ്ധിപ്പിക്കാൻ നിമിത്തമായി തീരുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ ആത്മാർത്ഥരായ ചില ആളുകളുടെ ഉദാഹരണങ്ങൾ കേൾപ്പിക്കാം. റിപ്പബ്ലിക് ഓഫ് സെൻട്രൽ ആഫ്രിക്കയിലെ കൊത്തമ്പാല എന്ന സ്ഥലത്തുള്ള ഒരു നവ അഹമ്മദിയാണ് ഈസ സാഹിബ്. പറയുന്നു, ഞാൻ 9 മാസം മുമ്പാണ് ബയ്യത്ത് ചെയ്തത്. 2016 മുതൽ എൻ്റെ കയ്യിൽ ഒരു പ്ലോട്ട് അഥവാ ഭൂമി ഉണ്ടായിരുന്നു. അത് ഞാൻ വീട് വെക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. പക്ഷേ വീട് വെക്കാൻ മാത്രം തുക സ്വരുക്കൂട്ടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ജമാഅത്തിൽ ചേർന്നപ്പോൾ ചന്തയുടെ പ്രാധാന്യത്തെയും അനുഗ്രഹത്തെയും പറ്റി കേട്ടിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ സാധ്യമായ ചെറിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അത് മുഖേന അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി തീർക്കുമെന്നും സമ്പത്തിലും സന്തതികളിലും അഭിവൃദ്ധി നൽകുമെന്നും കേട്ടിരുന്നു. പറയുന്നു, ഞാൻ ചിന്തിച്ചത്, ഞങ്ങൾ അനഹമ്മദികളായിരുന്നപ്പോൾ ഞങ്ങൾ ഒരിക്കൽ പോലും ചന്ത കൊടുക്കുകയോ ആരും അതേപ്പറ്റി ആഹ്വാനം നടത്തുകയോ ചെയ്തിട്ടില്ല. പുതിയ അഹമ്മദികളോട് പൊതുവിൽ തഹ്രീക് ജദീദ്, വഖഫ് ജദീദ് ചന്തകളെ പറ്റിയാണ് പറയാറുള്ളത്. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വഖഫ് ജദീദ് ചന്ത പൂർണ്ണമായും അടച്ചു തീർത്തു. അള്ളാഹു അതിന് നൽകിയ പ്രതിഫലം നോക്കുക. ഒരു സുഹൃത്ത് വീടുണ്ടാക്കാൻ 10,000 ഇഷ്ടികകൾ ഉണ്ടാക്കിത്തരാമെന്ന് ഏറ്റു. പിന്നെ ഉണ്ടാക്കി തരികയും ചെയ്തു. അവിടെ സിമന്റ് കൊണ്ട് ബ്ലോക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീട് നിർമ്മാണം പൂർത്തിയായി. വർഷങ്ങളായി ഞാനത് പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയായിരുന്നു. വീടും പൂർത്തിയായി. പറയുന്നു, ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടായതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമായിരുന്നു. കസാക്കിസ്ഥാൻ പഴയ സോവിയറ്റ് റഷ്യയുടെ ഒരു സ്റ്റേറ്റ് ആകുന്നു. അവിടെയുള്ള ദൗറീൻ സാഹിബ് പറയുന്നു, ഏതാനും ദിവസം മുമ്പ് മോല്ലിൻ സാഹിബ് ഈ വർഷം താങ്കളുടെ ഭാര്യയുടെ വഖഫ് ജദീദ് ചന്ത വളരെ കുറവാണെന്നും ലിസ്റ്റിൽ അവസാനമാണെന്നും സാധ്യമെങ്കിൽ കുറഞ്ഞത് 5,000 താങ്കൾ കൊടുക്കണമെന്നും പറഞ്ഞ് എനിക്ക് സന്ദേശം നൽകുകയുണ്ടായി. ഞാൻ ചിന്തിച്ചു, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ഓപ്പറേഷനും നടക്കാനുണ്ട്, 15,000 താങ്കൾ കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ തുക അയച്ച ഉടൻ തന്നെ ഏകദേശം 20 മിനിറ്റിന് ശേഷം എനിക്ക് സ്കൂളിൽ നിന്ന് സന്ദേശം വന്നു. ഞാൻ ഒരു അനാഥ കുട്ടിയെ സംരക്ഷിക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് മക്കളുമുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള സർക്കാർ എനിക്ക് 1,00,000 താങ്കൾ തരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതെനിക്ക് ഈമാന് കാരണമായി തീർന്നു. അള്ളാഹു ഉടൻ തന്നെ എനിക്ക് തിരിച്ചു നൽകുകയാണ് ഉണ്ടായത്. കസാക്കിസ്ഥാൻ മറ്റൊരു സ്റ്റേറ്റാണ്. അവിടെ ഹുർമത് സാഹിബ് സ്വർണ്ണഖനിയിലാണ് ജോലി ചെയ്യുന്നത്. 6 മാസം കൂടുമ്പോഴാണ് ചന്ത കൊടുത്തിരുന്നത്. അദ്ദേഹം കഴിഞ്ഞ വർഷം അവസാന 6 മാസത്തെ ചന്ത ഷർഹിനേക്കാളും അധികം 6,000 കർഗസും കൊടുക്കുകയുണ്ടായി. ഇത് അവിടെയുള്ള കറൻസിയാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞു, ലോകത്ത് മുഴുവനും വിലവർധനവാണ്, അതുകൊണ്ട് ജമാഅത്തി ചെലവും വർദ്ധിച്ചിട്ടുണ്ടാകും. ആയതിനാൽ ഞാൻ ഷർഹിനേക്കാൾ കൂടുതൽ ചന്ത നൽകുകയാണ്. ഈ വർഷവും അദ്ദേഹം ആദ്യത്തെ 6 മാസത്തെ ചന്ത കൊടുത്തപ്പോൾ 6,000 സൂം അധികം നൽകുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം 40% അധികം ചന്ത തരികയുണ്ടായി. ഇത് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നതിനുള്ള ഉദാഹരണമാകുന്നു. ആരും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതല്ല, മറിച്ച് ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സ്വന്തം നിലയ്ക്ക് തന്നെ കൂടുതൽ നൽകാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്.
ആളുകൾ പറയുന്നു, എന്തിനാണ് ചോദിക്കുന്നത് എന്ന്. നമ്മൾ ചോദിക്കാറില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന സന്ദേശം നമ്മൾ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. ഫിലിപ്പൈൻ എന്ന മറ്റൊരു രാജ്യം വളരെ ദൂരദിക്കിലുള്ള പ്രദേശമാകുന്നു. അവിടെയുള്ള മുബല്ലി പറയുന്നു, ഖുദ്ദാമല്ലാമദിയ സദർ വിവരിക്കുന്നു, ഞാൻ വാഗ്ദാനം അനുസരിച്ച് വഖഫ് ചെയ്തതിന്റെ ചന്ത കൊടുത്തു തീർത്തിരുന്നു. പക്ഷേ വർഷം അവസാനിക്കുകയായിരുന്നു. വാഗ്ദാനത്തെക്കാൾ കൂടുതൽ നൽകണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ മർഹൂമിങ്ങളായ മാതാപിതാക്കളുടെയും ഭാര്യാപിതാവിൻ്റെയും പേരിൽ 1000 പേർസു വഖഫ് ജദീദ് ചന്ത കൊടുത്തു. ഞാൻ ആ സമയത്ത് പ്രാദേശിക മുനിസിപ്പാലിറ്റിയിൽ റിസ്ക് റിഡക്ഷൻ മാനേജറായി കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുകയായിരുന്നു. പുതുവർഷത്തെ അവധിക്ക് ശേഷം തിരികെ ജോലിക്കെത്തിയപ്പോൾ പ്രാദേശിക മേയർ എൻ്റെ ജോലി സ്ഥിരപ്പെടുത്തി. എൻ്റെ ശമ്പളവും ഇരട്ടിയാക്കി. ഞാനാകട്ടെ കഴിഞ്ഞ 4 വർഷമായി കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുകയായിരുന്നു. കൂടെ അപേക്ഷ കൊടുത്തിട്ടും ജോലി സ്ഥിരപ്പെടുന്നുണ്ടായിരുന്നില്ല. പറയുന്നു, ഇത് ഞാൻ ചെയ്ത ത്യാഗത്തിന്റെ ഫലമാകുന്നു. തീർച്ചയായും അള്ളാഹു നമ്മുടെ ചിന്താഗതികൾക്ക് അതീതമായി നൽകുന്നവനാകുന്നു. ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിലെ മുറബി പറയുന്നു, അവിടെ യൂസുഫ് എന്ന ഒരു യുവാവ് അഹമ്മദിയത്ത് സ്വീകരിച്ചിരുന്നു. വളരെ പാവപ്പെട്ട മനുഷ്യനാണ്. മോട്ടോർ സൈക്കിളിൽ യാത്രക്കാരെ കൊണ്ടുപോവുകയാണ് ജോലി. മുഹമ്മദ് യൂസുഫ് സാഹിബ് പറയുന്നു, ഞാൻ അഹമ്മദിയത്ത് സ്വീകരിച്ചതിന് ശേഷം മുറബി പറഞ്ഞതനുസരിച്ച് കുറച്ച് ചന്തയായി കൊടുത്തു തുടങ്ങിയിരുന്നു. അങ്ങനെ എൻ്റെ അവസ്ഥകൾ മാറാൻ തുടങ്ങി. എൻ്റെ മനസ്സ് നല്ല സമാധാനത്തിലാണ്. എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ എളുപ്പമുള്ളതായി തീർന്നിരിക്കുന്നു. യഥാർത്ഥ സംഗതി മനസ്സമാധാനമാണ്. പറയുന്നു, ചന്ത കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സും സംതൃപ്തമാണ്. ഇനി ഞാൻ വഖഫ് ചെയ്തത് മാത്രമല്ല, മറിച്ച് അനിവാര്യമായ എല്ലാ ചന്തകളിലും ഭാഗവാക്കാകുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. കാരണം അതിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഗ്രഹമുണ്ട്. എനിക്ക് ആത്മസംതൃപ്തി കിട്ടിയത് ഇമാം മഹ്ദി അലി ഇസ്ലാമിൻ്റെ അനുഗ്രഹമാകുന്നു. ഞാൻ സന്തോഷവാനും സംതൃപ്തനുമാകുന്നു. ഇങ്ങനെയാണ് അള്ളാഹു സഹായികളെ ഉണ്ടാക്കി തരുന്നത്. താൻസാനിയ പശ്ചിമാഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. അവിടെ റുമൂമ റീജിയണിലെ യുവാവായ മാല അവേ സാഹിബ് പറയുന്നു, എനിക്ക് 27 വയസ്സുണ്ട്. ഞാൻ ചന്തയുടെ നിരവധി അനുഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്. കൃഷിപ്പണിയാണ് ചെയ്യുന്നത്. പറയുന്നു, ഈ വർഷം എൻ്റെ വഖഫ് ജദീദ് ചന്ത കൊടുത്തുവിട്ടാനുള്ള നെയ്യത്തിൽ ഞാൻ എൻ്റെ വിളകൾ ബന്ധപ്പെട്ട ഓഫീസിൽ വേഗത്തിൽ കൊണ്ടുകൊടുക്കുകയുണ്ടായി. അതായത് ഉണ്ടായ വിളകൾ സർക്കാരിന് വിൽപ്പന നടത്തി. ഞാൻ കുറച്ചു ദിവസം കൂടി കാത്തിരുന്നുവെങ്കിൽ എൻ്റെ വിളവിന് കൂടുതൽ വില കിട്ടുമായിരുന്നു. പക്ഷേ എനിക്ക് ചന്ത കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. സമയം കഴിഞ്ഞു പോകുമായിരുന്നു. ഏതായാലും ഞാൻ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അന്ന് കൃഷിക്കാർക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ തുക എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ വഖഫ് ചെയ്ത് ചന്ത കൊടുത്തു. ഓഫീസ് എന്നോട് പറഞ്ഞു, ജനങ്ങൾ തങ്ങളുടെ ധാന്യം കൂടുതൽ കിട്ടാൻ വേണ്ടി തടഞ്ഞു വെക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വസ്തതയ്ക്കുള്ള സമ്മാനമാണ് ലഭിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു എളുപ്പത്തിൽ അവൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാൻ കഴിയുന്നതിന് വേണ്ടി എൻ്റെ നെയ്യത്തിന് ഫലം നൽകിയെന്നാണ്. കസാക്കിസ്ഥാനിലെ റോസാമത് സാഹിബ് പറയുന്നു, വഖഫ് ചെയ്ത് ചന്തയെ പറ്റിയാണ്. ഇത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. ഇതിനെപ്പറ്റി ഞാൻ പരിചയപ്പെട്ടത് വളരെ രസകരമായിട്ടാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ ജമാഅത്തിനെ പറ്റി പരിചയപ്പെട്ടപ്പോൾ ഞാൻ മുബല്ലിഗിനോട് ചോദിച്ചു, ജമാഅത്തിന്റെ ചെലവുകൾ ആരാണ് നടത്തുന്നത്? അദ്ദേഹം എന്നോട് വിശദമായി പറഞ്ഞു തന്നു. ജമാഅത്തിലൊരു ഖിലാഫത്ത് സംവിധാനമുണ്ട്, പിന്നെ വിവിധ പദ്ധതികളുമുണ്ട്, വഖഫ് ചെയ്ത് തുടങ്ങിയ സാമ്പത്തിക ത്യാഗങ്ങളുമുണ്ട്. അതിനെപ്പറ്റിയും പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഇതിനു മുമ്പ് ഞാൻ ഇത്തരം സാമ്പത്തിക സംവിധാനത്തെപ്പറ്റി ഒരിക്കലും കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സംവിധാനത്തിന്റെ കാര്യങ്ങൾ കേൾക്കുന്നത്. ഞാൻ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ കാലത്ത് ബൈഅത്ത് ചെയ്തതിന് ശേഷം എല്ലാ മാസവും ചന്ത കൊടുത്തു തുടങ്ങി. ജീവിതത്തിലുടനീളം ചന്തയുടെ
അനന്തമായ അനുഗ്രഹങ്ങൾ കാണുകയുമുണ്ടായി. ജമാഅത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ കുടുംബത്തോടൊപ്പം വാടക ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. വളരെ പ്രയാസപ്പെട്ടാണ് ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു. സ്വത്തോ സ്ഥിരം വരുമാനമോ ഇല്ലായിരുന്നു. തന്തയുടെ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാ ഇപ്പോൾ ഞാൻ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ വരുമാനം സ്ഥിരപ്പെട്ടിരിക്കുന്നു. ജോലിയും പ്രയാസമുള്ളതല്ല, നല്ല ശമ്പളവുമുണ്ട്. ഇതെല്ലാം ചന്ത കാരണം അള്ളാഹു അനുഗ്രഹിച്ചതാണ്. വെസ്റ്റ് ആഫ്രിക്കയിലെ ടോഗോയിലുള്ള മുബല്ലിഗ് ഇൻചാർജ് പറയുന്നു, ഒരു അഹമ്മദി സ്ത്രീയുടെ പക്കൽ വഖഫ് ചന്ത കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. അവർ തൻ്റെ വീട്ടാവശ്യത്തിന് പച്ചക്കറികൾ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അവർ പ്രസ്തുത പച്ചക്കറികൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും തൻ്റെ നാഥനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ട് വഖഫ് ചെയ്ത് ചന്ത നൽകുകയും ചെയ്തു. വളരെ നിസ്സാരമായ കാര്യമാണിത്. ഈ ഉദാഹരണങ്ങൾ സഹാബാക്കൾ ബസാറിൽ പോയി കൂലിവേല ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഹാഫിസ് സാഹിബ് ഉപഹാരമായി കിട്ടുന്നത് കൊടുത്തുകൊണ്ടും ചെയ്തതുപോലെയുള്ളതാണ്. അതുപോലെ മറ്റൊരംഗം ഹംസ സാഹിബിന്റെ പക്കൽ വഖഫ് ചന്ത കൊടുക്കാൻ പൈസയില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ പക്കലുണ്ടായിരുന്ന 9 കോഴികളെ വിറ്റ് ചന്ത കൊടുക്കുകയുണ്ടായി. ഈ സാധുക്കളായ ആളുകൾ അള്ളാഹുവിനെ തൃപ്തിയിലാക്കി ത്യാഗങ്ങൾ ചെയ്യുന്നു. ഇവർ തന്നെയാണ് മുൻകാല മഹാത്മാക്കളുടെ ഓർമ്മകളെ സജീവമാക്കുന്നവർ. ഇന്തോനേഷ്യയിലെ സുഹൃത്തായ ഈമാൻ ഹിദായത്ത് സാഹിബ് പറയുന്നു, ഞാൻ ജന്മനാ അഹമ്മദിയാകുന്നു. ആദ്യം ഞാൻ ഒരു അംഗം എന്ന നിലയ്ക്ക് മാത്രമാണ് ചന്ത കൊടുത്തിരുന്നത്. അഹമ്മദി ആയതുകൊണ്ട് ചന്ത കൊടുക്കണമെന്ന ഒരു ശീലമുണ്ടായിരുന്നു. തഹ്രീക് ജദീദ്, വഖഫ് ജദീദ് എന്നീ ധനത്യാഗങ്ങളിൽ ഭാഗവാക്കായിരുന്നില്ല. അപ്പോൾ എൻ്റെ എല്ലാ സഹോദരന്മാരും ഈ 2 സാമ്പത്തിക ആഹ്വാനങ്ങളെപ്പറ്റിയും എന്നെ ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, ജമാഅത്തിലെ അംഗമായതുകൊണ്ട് മാത്രം ചന്ത കൊടുത്താൽ പോരാ, മറിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ സാമ്പത്തിക ത്യാഗത്തിൽ പങ്കെടുക്കണം. പറയുന്നു, അങ്ങനെ എൻ്റെ ഉള്ളിലും തഹ്രീക് ജദീദ്, വഖഫ് ജദീദ് എന്നിവയിൽ ഭാഗവാക്കാകാൻ താല്പര്യമുണ്ടായി. ഞാൻ 2 പദ്ധതികളിലും ധനത്യാഗം ചെയ്തു തുടങ്ങി. അവയിൽ പങ്കാളിയായതിനു ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം അനുഭവിക്കുന്നു. ഞാൻ എന്നെ ദൈവ സാമീപ്യമുള്ളവനായി കാണുന്നു. എനിക്ക് ജമാഅത്തി ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചു തുടങ്ങി. അതുപോലെ ഉപജീവനത്തിൻ്റെ കാര്യത്തിലും അള്ളാഹു തൻ്റെ സ്നേഹപ്രകടനം കാണിച്ചു തരുന്നു. എല്ലാത്തിലും ഉപരി അള്ളാഹു പറഞ്ഞതുപോലെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് നടന്നെടുത്താൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഓടി വരുന്നതാണ് എന്നത് ഞാൻ ചന്തയുടെ അനുഗ്രഹത്താൽ പുലരുന്നതായി കണ്ടിരിക്കുന്നു. ആസ്ട്രേലിയയിലെ മെൽബണിലുള്ള ഒരു സുഹൃത്ത് തൻ്റെ ഒരു സംഭവം എഴുതുന്നു. വഖഫ് ജദീദിന്റെ സാമ്പത്തിക വർഷം അവസാനിക്കാറായപ്പോൾ സാമ്പത്തികമായി കെട്ടുറപ്പുള്ളവർ വഖഫ് ജദീദ് ചന്തയിൽ ചുരുങ്ങിയത് $5000 നൽകണമെന്ന് വിളംബരമുണ്ടായി. പറയുന്നു, ഞാൻ വഖഫ് ജദീദിൽ $4000 കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പക്കൽ $5000 ഇല്ലായിരുന്നു. പക്ഷേ വഖഫ് ജദീദിൽ $5000 കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹമുണ്ടായി. അങ്ങനെ ദുആയിലേക്ക് ശ്രദ്ധയുണ്ടായി. പറയുന്നു, ഞാൻ ദുആ ചെയ്തു. കച്ചവടമാണ് ഞാൻ ചെയ്തിരുന്നത്. ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളായിരുന്നു. ഒരു ദിവസം ഓഫീസിൽ ബ്രേക്ക് സമയത്ത് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചന്തയിൽ എങ്ങനെ ഭാഗവാക്കാകും, അള്ളാഹുവേ എനിക്ക് തൗഫീക്ക് നൽകണമേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്നു. പറയുന്നു, ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കച്ചവട പങ്കാളിയായ ക്രിസ്ത്യൻ സുഹൃത്ത് ഓഫീസിൽ വന്നിരുന്നു. കതക് അടച്ചിട്ട് വലിയ സന്തോഷത്തിൽ ഹസ്തദാനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ വാർത്തയുണ്ട്. വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു, ഒരു പുതിയ കച്ചവടത്തിന് ഒരാൾ സെറ്റപ്പിന് അപേക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ ഫീസ് 30,000 ആകുന്നു. 15,000 വീതം നമുക്ക് 2 പേർക്കും കിട്ടും. പറയുന്നു, എൻ്റെ ദുആ സ്വീകരിക്കപ്പെട്ടുവെന്ന് എനിക്ക് അപ്പോൾ തന്നെ ബോധ്യമായി. ഞാൻ എൻ്റെ ബിസിനസ് പങ്കാളിയോട് ഞാൻ എന്താണ് ദുആ ചെയ്തതെന്നും അള്ളാഹു എങ്ങനെയാണ് സഹായിക്കുന്നതെന്നും
അള്ളാഹു എൻ്റെ ദുവാക്ക് മറുപടി തന്നതാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അഥവാ എൻ്റെ പാർട്ട്ണർ പറഞ്ഞു, ചാരിറ്റിക്ക് വേണ്ടി $5000 വളരെ കൂടുതലാണ്. ഏതായാലും നിങ്ങളുടെ പ്രാർത്ഥന കാരണം എനിക്കും പ്രയോജനം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനും അതിൽ പങ്കാളിയാകാം. നിങ്ങൾ കൊടുക്കുന്ന തുകയിൽ പകുതി ഞാൻ തരാം. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വേറെയും പല നന്മയ്ക്കുള്ള പദ്ധതികളുമുണ്ട്, അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഈ 5000 വഖഫ് ചെയ്തതിനുള്ളതാണ്. അത് ഞാൻ തന്നെ കൊടുക്കേണ്ടതുമാണ്. ഏതായാലും അള്ളാഹു എൻ്റെ ദുആയും ആഗ്രഹവും സ്വീകരിച്ചുകൊണ്ട് എന്നിൽ ഔദാര്യം ചൊരിയുകയുണ്ടായി. ഫിജിയും വളരെ ദൂരത്തുള്ള ഒരു സ്ഥലമാകുന്നു. അവിടെയുള്ള ഒരു നവാഹ്മദി സൈനുൽ ബേഗ് സാഹിബ് 2-3 വർഷം മുമ്പാണ് ബയ്യത്ത് ചെയ്തത്. പ്രാരംഭത്തിൽ സാമ്പത്തിക പദ്ധതികളിൽ ചേർത്തപ്പോൾ വളരെ നിസ്സാര തുകയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ചന്ത ആമലും ചേർക്കുകയുണ്ടായി. എന്നാൽ ഈ വർഷം എൻ്റെ ഖുത്ബകൾ കേട്ടപ്പോൾ സംവിധാനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം സ്വന്തം നിലയ്ക്ക് തന്നെ തഹരീഖ് ജദീദ് വഖഫ് ചെയ്ത് ചന്തകൾ വർദ്ധിപ്പിച്ചു, 10 ഇരട്ടി അധികരിപ്പിച്ചു. അത് കൊടുത്തുവിട്ടുകയും ചെയ്തു. പിന്നെ ആം ജത്തയെ പറ്റിയാണെങ്കിൽ ആഴ്ചതോറുമുള്ള വരുമാനത്തിന് 1/16 തോതനുസരിച്ച് കൊടുക്കാൻ വാഗ്ദാനം ചെയ്യുകയും കൃത്യമായി എല്ലാ ആഴ്ചയും തന്റെ ശമ്പളത്തിൽ നിന്ന് എല്ലാ ചന്തകളും കൊടുത്തു വരികയും ചെയ്യുന്നു. ഈ നവാഹ്മദി പറയുന്നു, ഞാൻ ചന്ത വർദ്ധിച്ചപ്പോൾ എൻ്റെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുകയുണ്ടായി. പറയുന്നു, 2024 മുതൽ ശമ്പളത്തിലും വർധന ഉണ്ടാകുന്നതാണ് ഇൻഷാ അല്ലാ. പറയുന്നു, ആർക്കെങ്കിലും ചന്തയുടെ അനുഗ്രഹം അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുവിൻ. മൈക്രോനേഷ്യയിലെ മുബല്ലി സാഹിബ് പറയുന്നു, ഇവിടെയുള്ള നവാഹ്മദിയായ സൈമൺ സാഹിബിനോട് സാമ്പത്തിക ത്യാഗം സംബന്ധിച്ച് ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ ചന്ത നമ്മൾ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാനാണ് നൽകുന്നത്. ഇത് ഒരു ടാക്സ് അല്ല. അള്ളാഹു ഇത് ഏറ്റവും നല്ല കടമാണ് എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം എല്ലാ ആഴ്ചയും ചന്ത കൊടുത്തു തുടങ്ങി. കുറച്ചു കാലത്തിന് ശേഷം പറഞ്ഞു, ഞാൻ ചർച്ചിൽ പോയി പൈസ കൊടുത്തിരുന്ന കാലത്ത് ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലായിരുന്നു. എന്നാൽ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സാമ്പത്തിക ത്യാഗം ചെയ്തു തുടങ്ങി. തുടർന്ന് അള്ളാഹു എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന മാർഗങ്ങൾ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ചില സമയത്ത് നിരവധി ആവശ്യങ്ങളുണ്ടാകും. പെട്ടെന്ന് ആരെങ്കിലും വന്ന് പൈസ തന്നു പോവുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വിഷമമുണ്ടാകുമ്പോൾ വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അള്ളാഹു ആരെങ്കിലും മുഖേന ആവശ്യം പൂർത്തിയാക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സൈമൺ സാഹിബ് തന്റെ കഴിവിനതീതമായി സാമ്പത്തിക ത്യാഗം ചെയ്തു വരുന്നു. തൻസാനിയ അമീർ സാഹിബ് പറയുന്നു, ഇവിടെയുള്ള ബഷീർ സാഹിബ് വഖഫ് ജദീദിൽ തന്റെയും ഫാമിലിയുടെയും 40,000 ഷില്ലിംഗ് ചന്ത നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, നമ്മുടെ വീടിന്റെ അവസ്ഥ മെച്ചമുള്ളതല്ല, എന്നിട്ടും എന്തിനാണ് ഇത്രയധികം തുക ചന്തയിൽ കൊടുത്തത്? അദ്ദേഹം പറഞ്ഞു, വ്യാകുലപ്പെടേണ്ട, അള്ളാഹു അവന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നവരെ ഒരിക്കലും നഷ്ടത്തിലാക്കുകയില്ല. അവൻ തീർച്ചയായും അത് വർദ്ധിപ്പിച്ച് തിരിച്ചു തരുന്നതാണ്. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിന് വിവിധ മാർഗങ്ങളിലൂടെ ലഭിച്ച ജോലികൾ കാരണം ചന്തയിൽ കൊടുത്ത തുക തിരിച്ചു കിട്ടുക മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ വരുമാനവും ഉണ്ടായി. പറയുന്നു, എനിക്ക് നേരത്തെയും ഇതേപ്പറ്റി ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഭാര്യയും ഇപ്പോൾ തൻ്റെ കണ്ണുകൾ കൊണ്ട് ചന്തയുടെ അനുഗ്രഹങ്ങൾ കാണുകയുണ്ടായി. അവരുടെയും ഈമാൻ വർദ്ധിക്കുകയും ചെയ്തു. ജർമ്മനി നാഷണൽ വഖഫ് ജദീദ് സെക്രട്ടറി പറയുന്നു, മായിൻസ് ജമാഅത്തിലെ ഒരു വിദ്യാർത്ഥി തന്റെ സ്റ്റൈപ്പൻഡിനു വേണ്ടി സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷ കൊടുത്തിരുന്നു. പഠനത്തിന് കുറച്ച് പൈസ ആവശ്യമായിരുന്നു. പറയുന്നു, എന്റെ സെമിസ്റ്റർ ആരംഭിക്കുകയാണ്, പൈസയുടെ കുറവുണ്ട്. മറുഭാഗത്ത് വഖഫ് ജദീദ് വർഷം തീരുകയാണ്. എന്റെയും കുടുംബത്തിന്റെയും വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു. ഏതായാലും ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു. സ്റ്റൈപ്പൻഡിന്റെ തുക കിട്ടുമ്പോൾ നൽകാമെന്ന് കരുതി. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിഷേധഭാവത്തിലാണ് മറുപടി കിട്ടിയത്. കയ്യിലുണ്ടായിരുന്ന തുക അദ്ദേഹം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ചന്തയിൽ നൽകുകയും ചെയ്തു. അതിനുശേഷം സെമിസ്റ്റർ പൂർത്തിയായി. നല്ല മാർക്കോടെ അള്ളാഹു വിജയം നൽകി. ബന്ധപ്പെട്ട ഓഫീസ് ആദ്യം നിഷേധഭാവം കാണിച്ചെങ്കിലും 4,000 യൂറോയ്ക്ക് തത്തുല്യമായ തുക എൻ്റെ അക്കൗണ്ടിൽ ഇട്ടു തന്നു.
പറയുന്നു, ഇത് സാമ്പത്തിക ത്യാഗം ചെയ്തതുകൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ സാവന്ത്വാടിയിലുള്ള അഹമ്മദി സിറാജ് സാഹിബ് പറയുന്നു, ഞാൻ സാമ്പത്തിക ത്യാഗത്തിന്റെ അനുഗ്രഹങ്ങൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുള്ളതാണ്. വഖഫ് ചെയ്ത ചന്ത കോവിഡ് കാരണം കുടിശ്ശികയായിരുന്നു. 2-3 വർഷമായി അദ്ദേഹത്തിന്റെ തോട്ടത്തിലെ വിറക് മഴവെള്ളം കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വാങ്ങാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത ആൾ പൈസ തരുന്നുണ്ടായിരുന്നില്ല. ഏതായാലും അദ്ദേഹം വാങ്ങാൻ ആളെ അന്വേഷിച്ചു കൊണ്ടിരുന്നെങ്കിലും ആരെയും കിട്ടിയില്ല. അദ്ദേഹം പറയുന്നു, വഖഫ് ജദീദ് ഇൻസ്പെക്ടർ വന്ന് ചന്ത കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം 2000 രൂപ ഉടൻ തന്നെ കൊടുത്തു. പറയുന്നു, വിറക് വാങ്ങാൻ വാഗ്ദാനം ചെയ്തു പോയ ആൾ 2 ദിവസത്തിനകം പെട്ടെന്നെത്തി 20,000 രൂപ നൽകി എല്ലാ വിറക് സാധനങ്ങളും കൊണ്ടുപോയി. പറയുന്നു, ചന്തയുടെ അനുഗ്രഹത്താൽ അള്ളാഹു 2000 വർദ്ധിപ്പിച്ച് 20,000 എനിക്ക് തിരിച്ചു തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ വർഷങ്ങളായി നഷ്ടമായിക്കൊണ്ടിരുന്ന വിറക് തുടർന്നും നഷ്ടമാകാൻ സാധ്യമായിരുന്നു. കാനഡയിലെ ലജ്ന മെമ്പർ പറയുന്നു, ജനുവരിയിലെ ആദ്യ ആഴ്ച ഞാൻ വഖഫ് ജദീദിന്റെ വിളംബരം ചെയ്തപ്പോൾ അവർക്കും തന്റെയും മക്കളുടെയും ചന്ത കൊടുക്കാൻ ആഗ്രഹമുണ്ടായി. ബാങ്കിന്റെ അവസ്ഥ നോക്കിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പറയുന്നു, ഞാൻ ദുആ ചെയ്തു, അള്ളാഹുവേ, എനിക്കും ചന്ത കൊടുക്കാൻ അദൃശ്യത്തിൽ നിന്ന് നീ സംവിധാനം ഉണ്ടാക്കണമേ. അതിന് ഏതാനും ദിവസത്തിന് ശേഷം ബാങ്ക് അക്കൗണ്ട് നോക്കിയപ്പോൾ അതിൽ $300 തുല്യമായ തുകയുണ്ടായിരുന്നു. അത്രയും തുക ഞാൻ എൻ്റെയും എൻ്റെ മർഹൂമിങ്ങളുടെയും ചന്തയായി നൽകാൻ ആഗ്രഹിച്ചതുമായിരുന്നു. ഞാൻ അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് അത് ചന്തയിൽ കൊടുക്കുകയുമുണ്ടായി. കാനഡയിലുള്ള ഒരു സ്ത്രീ തൻ്റെ വാഗ്ദാനം കൂട്ടുകയും എല്ലാം കൊടുത്തു തീർക്കുകയും ചെയ്തിരുന്നു. അടുത്ത ദിവസം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, അതായത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൂടുതൽ തുകയുടെ ചെക്ക് തിരിച്ചു വരികയുണ്ടായി. അത് $750 ആയിരുന്നു. പറയുന്നു, ഞാൻ കൊടുത്തതും ഇത്രയും തുകയായിരുന്നു. തൻസാനിയയിലെ നവ അഹമ്മദി സ്ത്രീ ആമിന സാഹിബ് പറയുന്നു, ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ഞാൻ അഹമ്മദിയത്തിൽ മറ്റ് മുസ്ലിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സംവിധാനമാണ് കണ്ടത്. സാമ്പത്തിക സംവിധാനത്തിൽ എല്ലാ ചന്തകൾക്കും രസീത് നൽകുന്നു. ഇത് മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. പറയുന്നു, നവംബറിൽ മൗലം സാഹിബ് ജുമാ ഖുത്ബയിൽ വഖഫ് ജദീദ് ചന്തയെപ്പറ്റി ഉണർത്തുകയുണ്ടായി. എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവനും ചന്തയായി കൊടുക്കുകയും ചെയ്തു. എൻ്റെ വീടിൻ്റെ അവസ്ഥ അത്ര നല്ലതായിരുന്നില്ല. മകൾ ഗർഭിണിയായിരുന്നു. ആസ്പത്രിയിൽ പോകേണ്ട ആവശ്യവും നേരിടാവുന്നതാണ്. വീട്ടിൽ എത്തി രാത്രി ഇശാക്ക് ശേഷം ഒരാളുടെ ഫോൺ വന്നു. അയാൾ എന്നോട് 2 വർഷമായി കുറച്ച് തുക കടമായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനുമായി കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനി കിട്ടുകയില്ലെന്ന് കരുതി ഞാനും അത് മറന്നിരുന്നു. ഏതായാലും അയാൾ ഫോൺ ചെയ്ത് മാപ്പ് ചോദിക്കുകയും കാരണങ്ങൾ പറഞ്ഞ് 2000 തിരിച്ചു തരികയും ചെയ്തു. പറയുന്നു, ഇത് ഞാൻ എൻ്റെ ആവശ്യത്തെ പിന്തള്ളിക്കൊണ്ട് ചെയ്ത സാമ്പത്തിക ത്യാഗം കാരണം അള്ളാഹു എന്നെ സഹായിച്ചതാണ്. പിന്നെ ഉടൻ തന്നെ മകളെ ആസ്പത്രിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യവുമുണ്ടായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവളുടെ ചികിത്സയും നടന്നു. അള്ളാഹു നവാഗതർക്കും സമ്പത്ത് അള്ളാഹുവിൽ നിന്നാണ് വരുന്നതെന്ന ചിന്താഗതി പ്രദാനം ചെയ്യുന്നു. ഈ ചിന്താഗതി അഹമ്മദികളിൽ മാത്രമാണ് കാണാൻ കഴിയുക. നൈജർ എന്ന മറ്റൊരു രാജ്യമുണ്ട്. ഇപ്പോൾ അവിടെ അവസ്ഥകളും വളരെ മോശമാണ്. മൗലം സാഹിബ് പറയുന്നു, ഞങ്ങൾ അവിടെ മുറാദി റീജിയണിൽ പര്യടനത്തിലായിരുന്നു. ജനങ്ങൾ തങ്ങളുടെ കഴിവനുസരിച്ച് വഖഫ് ജദീദിൽ ഭാഗവാക്കായി. ഒരു അനഹമ്മദി പറഞ്ഞു,
നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലെ സാധുക്കളായ ആളുകളിൽ നിന്ന് പൈസ വാങ്ങുകയാണ്. ഇപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണെന്ന് നിങ്ങൾക്കറിയാം. മറ്റു മുസ്ലിം സംഘടനകൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നു തരുന്നു. നിങ്ങൾ ഇവരോട് ആവശ്യപ്പെടുകയാണ്. മൊല്ലിൻ സാഹിബ് പറയുന്നു, ഞാൻ എന്തെങ്കിലും മറുപടി നൽകുന്നതിന് മുമ്പേ ഗ്രാമത്തിലെ ഒരു അഹമ്മദി എഴുന്നേറ്റ് വളരെ ആവേശത്തോടെ പറഞ്ഞു, മറ്റു മുസ്ലിം സംഘടനകൾ വന്ന് സഹായിക്കുന്നു എന്ന് ശരിയായിരിക്കാം, എന്നാൽ ഏതെങ്കിലും ഇസ്ലാമിക സംഘടന വന്ന് നമ്മൾക്ക് ഇസ്ലാമിക അധ്യാപനത്തെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടോ? അവർ ഏതെങ്കിലും പൊതുജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്നു. എന്നാൽ അഹമ്മദിയ ജമാഅത്ത് നമുക്ക് ദീൻ പഠിപ്പിച്ചു തരുന്നു. ഇവിടെ മൗലവി സാഹിബ് പൈസ സ്വരൂപിക്കാൻ വേണ്ടി വന്നതല്ല, മറിച്ച് ഞങ്ങൾക്ക് സാമ്പത്തിക ത്യാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സഹാബാക്കൾ കാണിച്ച ആവേശത്തെപ്പറ്റി പ്രേരണ നൽകാൻ വന്നതാണ്. അത് മുഖേന ഞങ്ങൾ ഭൗതിക ലോകം മാത്രമല്ല ആഖിറത്തിലെയും പ്രതിഫലത്തിൽ കരസ്ഥമാക്കുന്നവരായി തീരുന്നു. അതായത് ദൈവപ്രീതി കരസ്ഥമാക്കാൻ ത്യാഗങ്ങളും അനിവാര്യമാണെന്ന തിരിച്ചറിവാണ് അഹമ്മദിയത്ത് സ്വീകരിച്ചതിന് ശേഷം അവരിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അള്ളാഹുവിൻ്റെ വമ്പിച്ച അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു. ഏതായാലും ഇത് കേട്ടപ്പോൾ ആ അനഹമ്മദി സുഹൃത്ത് നിശബ്ദനായി. അള്ളാഹു ലോകത്തിലെ എല്ലാ ദിക്കിലും ആത്മാർത്ഥരായ എത്തരത്തിലുള്ള ആളുകളെയാണ് നൽകിയതെന്ന് നോക്കുക. ഇതൊരു നീണ്ട പട്ടികയാണ്. ഇത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ് വിവരിക്കുക, ഏതാണ് ഒഴിവാക്കുക എന്നതാണ് പ്രയാസകരമായ സംഗതി. ഏതായാലും സമയമനുസരിച്ച് എല്ലാം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒഴിവാക്കിയവരുടെയും ആത്മാർത്ഥതയിലും കൂറിലും യാതൊരു കുറവുമില്ല. അവർ ദൈവപ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ത്യാഗങ്ങളെല്ലാം ചെയ്തത്. എന്നാൽ അള്ളാഹുവും കടം ബാക്കി വയ്ക്കുന്നില്ല, മറിച്ച് അവരുടെ ത്യാഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അത് അവരുടെ ഈമാൻ വർദ്ധനവിന് കാരണമാക്കി തീർക്കുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, അള്ളാഹു എനിക്ക് നിങ്ങളുടെ സഹാനുഭൂതിക്ക് വേണ്ടി സത്യസന്ധമായ ആവേശം പ്രദാനം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വർധനവിനു വേണ്ടി അവൻ എനിക്ക് യഥാർത്ഥ ദിവ്യജ്ഞാനം നൽകിയിരിക്കുന്നു. ഈ ദിവ്യജ്ഞാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വളരെ അനിവാര്യമായ കാര്യമാകുന്നു. ഞാൻ ഇക്കാര്യത്തിൽ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പരിശുദ്ധ സമ്പത്തിൽ നിന്ന് ദീനീ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുവിൻ. അള്ളാഹു വിശാലതയും കഴിവും നൽകിയ ആളുകൾ ഈ മാർഗത്തിൽ അമാന്തം കാണിക്കരുത്. തങ്ങളുടെ സമ്പത്തിന് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും കാൾ മുൻഗണന നൽകാതിരിക്കുവിൻ. അള്ളാഹുവിൽ നിന്നുള്ള പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിട്ടുള്ള, എനിക്ക് സാധ്യമാകുന്നിടത്തോളം ഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹുവിൽ നിന്നുള്ള പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിട്ടുള്ള ജ്ഞാനങ്ങളും അനുഗ്രഹങ്ങളും ഏഷ്യയിലെയും യൂറോപ്പിലെയും രാജ്യങ്ങളിൽ ഞാൻ പരത്തുന്നതാണ്. ചുരുക്കത്തിൽ ഈ സാമ്പത്തിക ത്യാഗങ്ങൾ കാരണം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം മുഖേന ഇസ്ലാമിക പ്രചാരണം യഥാവിധി നടക്കുന്നു. ആഫ്രിക്കയിൽ കഴിയുന്ന സാധുക്കളായ സാഹചര്യങ്ങൾ കുറവുള്ള അഹമ്മദികൾക്ക് തങ്ങളുടെ ത്യാഗങ്ങളുടെ ഉന്നത നിലവാരം കൊണ്ട് മാത്രം തങ്ങളുടെ രാജ്യങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ഇസ്ലാമിക പ്രചാരണം നടത്താൻ സാധ്യമല്ല. അതുകൊണ്ട് യൂറോപ്പ്, അമേരിക്ക പോലുള്ള ധനികരായ രാജ്യങ്ങളിലെ വഖഫ് ജദീദ് ചന്തയുടെ നല്ലൊരു പങ്കും ഈ ദരിദ്ര രാജ്യങ്ങളിൽ ജമാഅത്തി പുരോഗതിക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. അള്ളാഹു ഏതെങ്കിലും വിധത്തിൽ ജമാഅത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുകയും
അതിനുവേണ്ടി സദാ സന്നദ്ധരായിരിക്കുകയും ചെയ്യുന്നവരുടെ ഈമാനിലും ദൃഢവിശ്വാസത്തിലും സമ്പത്തിലും ആത്മാക്കളിലും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ഇപ്പോൾ വഖഫ് ജദീദിന്റെ പുതുവർഷ വിളംബരത്തോടൊപ്പം പൊതുവായ രീതി അനുസരിച്ച് ലോകത്തുള്ള വിവിധ രാജ്യങ്ങൾ നൽകിയ ത്യാഗങ്ങളുടെ ചില ഉദാഹരണങ്ങളും ഞാൻ സമർപ്പിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വഖഫ് ജദീദിന്റെ 66ാമത് വർഷം അവസാനിക്കുകയും 67ാമത്തെ വർഷം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആഗോളതലത്തിൽ അഹമ്മദിയ ജമാഅത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആഗോള അഹമ്മദിയ ജമാഅത്തിന് നടപ്പു വർഷത്തിൽ 1,29,41,000 പൗണ്ട് സാമ്പത്തിക ത്യാഗം ചെയ്യുന്നതിന് തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. അതായത് ഏകദേശം 13 മില്യൺ പൗണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 7,18,000 പൗണ്ട് അധികമാണ്. ഈ വർഷം മൊത്തത്തിലുള്ള വരവിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ 1-ാം സ്ഥാനത്താകുന്നു. പിന്നീട് കാനഡയാകുന്നു. കാനഡയും നല്ല വർധനവാണ് നടത്തിയിട്ടുള്ളത്. അവർ ഈ ചന്തയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ കൂടുതൽ വർധനവും നടത്തിയിട്ടുണ്ട്. ഈ വർഷം ഇത് അവരുടെ മഹത്തായ സവിശേഷതയുമാണ്. പിന്നീട് 3-ാം സ്ഥാനത്ത് ജർമ്മനിയാകുന്നു. 4-ാമത് അമേരിക്ക, പാകിസ്ഥാൻ, ഭാരതം, ആസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്ത്, ഇന്തോനേഷ്യ, മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്ത്, പിന്നീട് ബെൽജിയം ആകുന്നു. ആഫ്രിക്കയിലെ ജമാഅത്തുകളിൽ പ്രഥമ സ്ഥാനം മൊറീഷ്യസിനാകുന്നു. പിന്നീട് ഘാന, ബുർക്കിന ഫാസോ എന്നിവയാണ്. ബുർക്കിന ഫാസോയുടെ അവസ്ഥ വളരെ മോശമാകുന്നു. എന്നിരുന്നിട്ടും അവർ ആഫ്രിക്കയിൽ 3-ാം സ്ഥാനത്താണ്. തുടർന്ന് തൻസാനിയ, നൈജീരിയ, ഗാംബിയ, മാലി, ഉഗാണ്ട, സെറാലിയോൺ എന്നിവയാണ്. ചന്തയിൽ ഭാഗവാക്കായവരുടെ കാര്യത്തിൽ ഈ വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 24,000 പുതിയ ആത്മാർത്ഥരായ അഹമ്മദികളാണ് പങ്കാളികളായിട്ടുള്ളത്. 15,50,000 അവരുടെ മൊത്തം എണ്ണം. പങ്കാളികളുടെ വർധനവനുസരിച്ച് പങ്കാളികളെ വർദ്ധിപ്പിക്കുന്നതിൽ പരിശ്രമിച്ച കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് കാനഡയാണ്. പിന്നീട് തൻസാനിയ, തുടർന്ന് കാമറൂൺ, പിന്നെ ഗാംബിയ, നൈജീരിയ, ഗിനി ബസാവോ, കാങ്കോ കനാഷ എന്നിവയാണ്. വസൂലിയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ വലിയ 10 ജമാഅത്തുകളിൽ വാർണഹം 1-ാം സ്ഥാനത്താകുന്നു. പിന്നീട് വോസ്റ്റർ പാർക്ക്, തുടർന്ന് വോൾസാൽ, പിന്നെ അൾട്രഷോട്ട് സൗത്ത്, ഇസ്ലാമാബാദ്, ജില്ലിംഗ്ഹാം, ആഷ്, ചേം സൗത്ത്, യൂൽ, തുടർന്ന് ഹെൻസ്ലോ സൗത്ത് എന്നിവയാകുന്നു. റീജിയനുകളിൽ ബൈത്തുൽ ഫുത്ത് 1-ാം സ്ഥാനത്താകുന്നു. പിന്നീട് ഇസ്ലാമാബാദ്, തുടർന്ന് മിഡ്ലാൻഡ്, മസ്ജിദ് ഫദൽ, ബൈത്തുൽ എഹ്സാൻ എന്നിവയാകുന്നു. അത്ഫാൽ ലഡ്ജറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ 10 ജമാഅത്തുകൾ അൾഡർഷോട്ട് സൗത്ത്, വർണഹം, അൾഡർഷോട്ട് നോർത്ത്, ആഷ്, ഇസ്ലാമാബാദ്, റോഹാംപ്ടൺ, യൂൽ, സൗത്ത് ചീം, മാഞ്ചസ്റ്റർ നോർത്ത്, ബർമിംഗ്ഹാം വെസ്റ്റ്, ബ്രെഡ്ഫോർഡ് സൗത്ത്. ചെറിയ ജമാഅത്തുകളിൽ സ്പിൻവേലി,
കേത്ലി, നോർത്ത് വെയിൽസ്, നോർത്ത് പോംപ്ടൺ, സവാൻസി. अफ्रीका में तंजानिया है, नाइजीरिया है, लाइबेरिया, फिर गैम्बिया। കാനഡയിലെ ജമാഅത്തുകളിൽ ഒന്നാം സ്ഥാനം പഹ്വാൻ, പിന്നീട് കാൽഗരി, തുടർന്ന് പീസ് വില്ലേജ്, അതിനുശേഷം വാങ്കോവർ, തുടർന്ന് ബ്രാംപ്ടൺ വെസ്റ്റ്, പിന്നീട് ടൊറാൻഡോ. വലിയ 10 ജമാഅത്തുകൾ മിൽട്ടൺ ഈസ്റ്റ്, മിൽട്ടൺ വെസ്റ്റ്, ഹാമിൽട്ടൺ, അഡ്മിന്റൺ വെസ്റ്റ്, ഡർഹം വെസ്റ്റ്, बरतानिया की जो 10 ഒട്ടാവ വെസ്റ്റ്, റജൈന, वसूली के लिहाज से उनमें फॉर्नहम नंबर 1 पे, ഇൻസ്ഫെൽഡ്, അബോട്ട്സ്ഫെഡ്, फिर ऑल्डरशॉट, ന്യൂ ഫൗണ്ട്ലാൻഡ്. फिर इस्लामाबाद, फिर जलेंगम അത്ഫാൽ ലെഡ്ജറിൽ ഇമാരത്തുകളിൽ വോഗൺ ഒന്നാം സ്ഥാനത്താകുന്നു. और हंसलो साउथ। പിന്നീട് പീസ് വില്ലേജ്, ടൊറാൻഡോ വെസ്റ്റ്, तो पहले है नंबर 1 पे, फिर इस्लामाबाद रीजन, വാങ്കോവർ, കാൽഗരി, മിസിസാഗ. ജമാഅത്തുകളിൽ मस्जिद फजल, फिर बैतुल एहसान। അത്ഫാൽ ലെഡ്ജറിന്റെ കാര്യത്തിൽ ഡർഹം വെസ്റ്റ് ഒന്നാം സ്ഥാനത്താകുന്നു. फॉर्नहम, പിന്നീട് മിൽട്ടൺ വെസ്റ്റ്, ഹദീഖെ അഹമ്മദ്, इस्लामाबाद, रोहैम्पटन वेल, മോൺട്ടറിയാൽ വെസ്റ്റ്, मैनचेस्टर, ഹാമിൽട്ടൺ മൗണ്ടൻ. बर्मिंघम वेस्ट, ब्रेडफोर्ड साउथ। ജർമ്മനിയിലെ ജമാഅത്തുകളിൽ ഒന്നാം സ്ഥാനത്ത് ഹംബർഗ് ആകുന്നു. തുടർന്ന് ഫ്രാങ്ക്ഫർട്ട്, नॉर्थहैम्पटन, स्वानसी। कनाडा വിസ്ബാദൻ, ഗ്രോസ്ഗരിവ്, റഡ്ജസ്റ്റ്. जो है उनमें नंबर 1 पे वान, फिर कैलगरी, फिर पीस विलेज, അവരുടെ വലിയ ജമാഅത്തുകളിൽ ഒന്നാമത് റേഡൻമാർക്ക്, फिर टोरंटो। റോഡ്ഗാവ്, നിദ, बड़ी जमातें जो हैं इनकी मिल्टन ईस्ट, मिल्टन ഫേഡ്ബർഗ്, हैमिल्टन, एडमंटन, ഫ്ലോറസ് ഹായിം, നോയ്സ്, മഹദിയാബാദ്, रेजाइना, ഓസ്നോഗ്രോക്ക്, ബെർലിൻ, फोर्ट, न्यू फाउंडलैंड। കോബ്ലൻസ്. दफ्तर अतफाल में അത്ഫാൽ ലെഡ്ജറിന്റെ കാര്യത്തിൽ മിൻഹായും ഒന്നാം സ്ഥാനത്താകുന്നു. फिर पीस विलेज, टोरंटो वेस्ट, वैंकूवर, പിന്നീട് ഡെഡ്സൺ ബാഗ്, सागा। जमात ഹേസൻ സൗത്ത് വെസ്റ്റ്, डरहम वेस्ट पहले नंबर पे है, റൈൻലാൻഡ് ഫോൾസ് വെസ്റ്റ്. मॉन्ट्रियल वेस्ट, हैमिल्टन माउंट। അമേരിക്കയിലെ 10 ജമാഅത്തുകളിൽ ഒന്നാം സ്ഥാനം ലോസ് ആഞ്ചലസ്, പിന്നീട് മേരിലാൻഡ്, हैम्बर्ग नंबर 1 पे, നോർത്ത് വെർജീനിയ, ग्रॉसग्राव, സാറ്റിൽ, സിലിക്കോൺ വാലി, और 10 जमातें जो हैं इनकी ബോസ്റ്റൺ, ആസ്റ്റൺ, मार्क, रोडगांव, ആഷ്കോഷ്, निडा, फ्रेडबर्ग, വെൻസാട്ടോ, साइम, नोइस, माइंस, मैदी, പോർട്ട്ലാൻഡ്. ब्रुक और बर्लिन और कोवलन। അത്ഫാൽ ലെഡ്ജറിൽ സാറ്റിൽ, अतफाल में मनहाइम नंबर 1, ക്ലിയോലാൻഡ്, ആസ്റ്റൺ, സിലിക്കോൺ വാലി, हेसन साउथ वेस्ट, ആഷ്കാഷ്, राइनलैंड फॉल्स वेस्ट। ലോസ് ആഞ്ചലസ്, മേരിലാൻഡ്, സൗത്ത് വെർജീനിയ, 10 जमातें हैं लॉस नंबर 1 पे, लॉस, ഇന്ത്യാന, സിയോൺ. मैरीलैंड, പാകിസ്ഥാനിലെ वर्जीनिया, सिएटल, പൊസിഷനിൽ ഒന്നാം സ്ഥാനം ലാഹോറിനാകുന്നു. ऑस्टन, वॉशको, രണ്ടാമത് റബുവ, മൂന്നാമത് കറാച്ചി. മുതിർന്നവരുടെ കാര്യത്തിൽ सिएटल, ജില്ലാ അടിസ്ഥാനത്തിൽ ഇസ്ലാമാബാദ്, പട്ടണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞത്. ജില്ലാ അടിസ്ഥാനത്തിൽ ഇസ്ലാമാബാദാണ് ഒന്നാം സ്ഥാനത്ത്. ओशकोश, പിന്നീട് ഫൈസലാബാദ്, ഗുജറൻവാല, ഗുജറാത്ത്, സർഗോദ, पाकिस्तान में ഉമർകോട്ട്, മുൾത്താൻ, ഹൈദരാബാദ്, മീർപുർ ഖാസ്, जिलों में अव्वल लाहौर, ഡേറ ഗാസി ഖാൻ. അത്ഫാൽ ലെഡ്ജറിൽ 3 വലിയ ജമാഅത്തുകളിൽ ഒന്നാം സ്ഥാനം ലാഹോറിനാകുന്നു. രണ്ടാമത് റബുവ, മൂന്നാമത് കറാച്ചി. जमातों में शहरों के साथ അത്ഫാൽ ലെഡ്ജറിൽ ജില്ലാ തലത്തിൽ और अजला के लिहाज से इस्लामाबाद, ഇസ്ലാമാബാദ് ഒന്നാം സ്ഥാനത്താണ്. പിന്നീട് ഫൈസലാബാദ്, उमरकोट, मुल्तान, हैदराबाद, मीरपुर खास, നാരോവൾ, സർഗോദ, ഉമർകോട്ട്, ഗുജറൻവാല, മീർപുർ ഖാസ്, ഗുജറാത്ത്, ഹൈദരാബാദ്, ഷേഖ്പുര. 3 बड़ी जमातें जो हैं പാകിസ്ഥാനിലെ കറൻസിയുടെ മൂല്യം हैदराबाद नंबर 2 पे, വളരെയേറെ കുറഞ്ഞിട്ടും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർ की पोजीशन दफ्तर अतफाल में है, വളരെയധികം വർധനവാണ് നടത്തിയിട്ടുള്ളത്. വലിയ ത്യാഗമാണ് ചെയ്തിരിക്കുന്നത്. ഭാരതത്തിലെ 10 സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാകുന്നു. പിന്നീട് തമിഴ്നാട്, ജമ്മു കാശ്മീർ, തെലുങ്കാന, കർണാടകം,
ഒഡീഷ, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, ഡൽഹി, മഹാരാഷ്ട്ര. പിരിവിന്റെ അടിസ്ഥാനത്തിലുള്ള 10 ജമാഅത്തുകളിൽ ഹൈദരാബാദ് 1ാം സ്ഥാനത്താകുന്നു. പിന്നീട് കോയമ്പത്തൂർ, കാദിയാൻ, കോഴിക്കോട്, മഞ്ചേരി, ബാംഗ്ലൂർ, മേലപ്പാളയം, കൊൽക്കത്ത, കരുളായി, കേരംഗ്. ആസ്ട്രേലിയയിൽ മുതിർന്നവരുടെ രജിസ്റ്ററിൽ മോൾബൺ, ലോങ്വാറൻ, കാസിൽ ഹിൽ, മാഡ്സൺ പാർക്ക്, ലോഗൺ ഈസ്റ്റ്, മോൾബൺ, ബെയർവിക്ക്, പെൻറിത്ത്, പെർത്ത്, മോൾബൺ, ക്ലൈറ്റ്, പാരാമാറ്റ, എഡിലാൻഡ് വെസ്റ്റ്. അള്ളാഹു ഇവരുടെ എല്ലാവരുടെയും ധനത്തിലും ആത്മാക്കളിലും അനേകം അനേകം അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ. പലസ്തീനു വേണ്ടി ഞാൻ ദുആക്ക് വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ ഓർക്കുക, തങ്ങളുടെ ചുറ്റുപാടുമുള്ളവരിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാരോട് അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുക. ഞാൻ മുമ്പും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്രായേൽ ഭരണകൂടം തങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറുമെന്ന് തോന്നുന്നില്ല. മറിച്ച് ഇപ്പോൾ അവർ സൈനികർക്ക് നൽകിയ സന്ദേശം 2024 യുദ്ധത്തിന്റെ വർഷമായിരിക്കുമെന്നാണ്. അള്ളാഹു ഫലസ്തീനികൾക്ക് മേൽ കരുണ ചൊരിയുമാറാകട്ടെ. ഇപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് റീജിയണിലും യുദ്ധം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. പിന്നീട് ലോകയുദ്ധവും ഉണ്ടാകാം. ബെയ്റൂത്തിന്റെ പരിസര പ്രദേശങ്ങളിലും അവർ ബോംബുകൾ വർഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടം പ്രത്യക്ഷത്തിൽ അവരോട് യുദ്ധം പരിമിതമാക്കാൻ പറയാറുണ്ടെങ്കിലും അത് കേവലം വാക്കുകൾ മാത്രമാണെന്ന് മനസ്സിലാകുന്നു. പതിഞ്ഞ ശബ്ദം മാത്രമാണ്. ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുറത്താക്കുകയും അത് പിടിച്ചടക്കുകയുമാണ് അവരുടെ പദ്ധതി എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു ഫലസ്തീനികൾക്ക് മേൽ കരുണ കാണിക്കുമാറാകട്ടെ. മുസ്ലിങ്ങൾക്ക് മേലും കരുണ ചൊരിയട്ടെ. അവർക്കും ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. കാലഘട്ടത്തിന്റെ ഇമാമിന്റെ ശബ്ദം ശ്രവിക്കുന്നതിലേക്കും അത് അംഗീകരിക്കുന്നതിലേക്കും അവരെ ശ്രദ്ധ തിരിക്കുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.